ഹായ്, ഇന്ന് നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കാം. ഫിഷ് കറി ഉണ്ടാക്കാൻ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന മീൻ മാന്തയാണ്. ആവശ്യമായ സാധനങ്ങൾ: തക്കാളി 2 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം, പച്ചമുളക് ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മരപ്പുളിയാണ് ഉപയോഗിക്കുന്നത്. മരപ്പുളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കുടംപുളി ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങ, ഒരു മുറി തേങ്ങ നന്നായി അരച്ചതാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് തക്കാളി മുറിച്ചിടാം. 2 തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയം സൈസ് തക്കാളിയാണ്. അതിനുശേഷം നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞിടാം. മാന്തക്കറിയിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് വളരെ നല്ലതാണ്. അപ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം നമുക്ക് ഇടാം. ഒരു 3 പച്ചമുളക് നടുവേ ചീന്തി ഇടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ നിറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട ശേഷം നമുക്ക് പുളി നന്നായി പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉള്ള പുളിയാണ് എടുത്ത് അല്പനേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നന്നായി കുതിർന്ന് കിട്ടും. അപ്പോൾ പിഴിഞ്ഞെടുക്കാൻ എളുപ്പത്തിൽ കഴിയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. മുളകും മഞ്ഞളെല്ലാം നന്നായി വേവാൻ തുടങ്ങി. ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്ത ഇടാം. മാന്ത ഇട്ട ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ മീനിട്ട ശേഷം ഒന്ന് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എന്താക്കാം, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് കറി തിളക്കട്ടെ. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിൽ 2 ചെറിയുള്ളി ചേർത്ത് അരയ്ക്കുന്നത് വളരെ ടേസ്റ്റ് കൂടും. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അരച്ച് കഴിഞ്ഞ ശേഷം നമുക്കൊരു 2 ചെറിയുള്ളി അതിലൊന്ന് ചതുക്കി ചേർത്താൽ ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് നമുക്കൊരു വറവ് ചേർക്കാം. നമുക്ക് കടുക് വറുത്തിടുന്നതിന് ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അല്പം കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അല്പം ഉലുവ കൂടെ ചേർത്താൽ കറിക്ക് ടേസ്റ്റ് കൂടും. ഇതുപോലെ തന്നെ നമുക്ക് മറ്റു മീനുകളും കറി വെക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു ഡിഷാണ്.